KPC നേതൃമാറ്റത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് AICC അറിയിക്കട്ടെ എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അതിർത്തികളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ ദളിത് വിഭാഗത്തിൽ നിന്നാണെന്ന് MM ഹസനും പ്രതികരിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷന്മാർ വന്നിട്ടില്ലെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് നേതാക്കളുടെ മറുപടി. അതേക്കുറിച്ച് ഞാനിപ്പോൾ മറുപടി പറയുന്നത് ശരിയല്ല. അദ്ദേഹം ദളിത് പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകസഭയിൽ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9ാം തവണയാണ് അദ്ദേഹം മെമ്പറായി. അത് മാത്രമല്ല അദ്ദേഹം ചീഫ് വിപ്പാണ്. അതിനുശേഷം പിന്നെ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ അദ്ദേഹം AICCയിൽ കാര്യങ്ങൾ ഉന്നയിക്കട്ടെ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അത് അവരോട് ചോദിക്കണം. ഓരോരുത്തരുടെ എല്ലാ MP-മാരും MLA-മാരും ഒക്കെ ഒരുപാട് പരിപാടി തിരക്കുള്ള ആളുകളല്ലേ, ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു. പുനഃസംഘടന നേരത്തെ ചർച്ച ചെയ്ത അവസരത്തിൽ KPCC തലത്തിൽ പുനഃസംഘടന കഴിയുമ്പോൾ സ്വാഭാവികമായും ജില്ലാതലത്തിലുള്ള പുനഃസംഘടനയും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DCCകൾ പുനഃസംഘടിപ്പിക്കണം, ഏതൊക്കെ DCC പുനഃസംഘടിപ്പിക്കണം, മൊത്തത്തിലാണോ അതോ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് നിലനിർത്തി അല്ലാത്തതാണോ, ഇതൊക്കെ AICC എടുക്കേണ്ട തീരുമാനങ്ങളാണ്. കേരളത്തിലെ കോൺഗ്രസിന് എല്ലാ കാലത്തും ദളിത് പ്രാതിനിധ്യം വളരെ കൂടുതലുള്ള, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ദളിത് സമുദായത്തിലുള്ള ആളല്ലേ. അജീഷ് മറ്റൊരു അജീഷ്, ഇന്നിപ്പോൾ ഡൽഹിയിൽ നിർണായകമായ ചില ചർച്ചകളുണ്ട്. ഹൈക്കമാൻഡ് കാണുന്നുണ്ട് ഇവരെയൊക്കെ. അപ്പോൾ ഈ പറയുന്ന ഈ അതിർത്തി ഇപ്പം എന്താണ്, കൊടുക്കുന്നില്ല അതിർത്തി മാത്രമല്ല ആൻഡോ അതിർത്തി അടക്കം കുറേ അതിർത്തികളുടെ നിര ഒക്കെ വരുന്നുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങൾക്ക് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കണം അജീഷ്? ഹാഷ്മി, എന്തായാലും കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി സ്ഥാനമേറ്റെടുക്കാൻ KPCC ആസ്ഥാനത്തെത്തിയ ആ ചടങ്ങിലായിരുന്നു കൊടിക്കുന്നിൽ സതീഷ് ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരും എത്തിയിട്ടില്ല. അതൊരു 36 ഈ പാർട്ടിയുടെ 36 അധ്യക്ഷന്മാരുടെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തന്നെ വ്യക്തിപരം, അതായത് കൊടിക്കുന്നിൽ സുരേഷ് ഇത്ര സീനിയറായ നേതാവാണ്, അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതില്ല, അതിന്റെ ഒരു നീരസം കൂടി പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതിൽ ഈ പുതിയ നേതൃത്വത്തിന് പറയുന്നത് അതിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അദ്ദേഹം 9 പതിറ്റാണ്ടായി ഈ പാർലമെന്റിൽ അംഗമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് പദവികളും കിട്ടിയിട്ടുണ്ട്. CWC അംഗമാണ്, ഇപ്പോൾ പാർലമെന്റിലെ ചീഫ് വിപ്പാണ്. അങ്ങനെ ഒരുപാട് പദവികൾ കിട്ടിയ അംഗമാണ്. മാത്രമല്ല പുതിയ നേതൃത്വത്തിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റ് KP അനിൽകുമാർ ഇപ്പോൾ ദളിത് വിഭാഗത്തിലെ ആളാണ്. അതുകൊണ്ട് ആരെയും അവഗണിച്ചിട്ടില്ല എന്നാണ് പുതിയ നേതൃത്വം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണ് പുതിയ നേതൃത്വത്തിന് വിശദീകരണം. നിലവിൽ എന്തായാലും 4 മണിക്കാണ് KCC ആസ്ഥാനത്ത് നിർണായകമായ യോഗം ചേരുന്നത്. എന്തായാലും നേതാക്കളുടെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വന്ന സ്ഥിതിക്ക് ഈ പുതിയ ഭാരവാഹി പട്ടികകൾ അതൊക്കെ എന്താവുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ചയാണ്. പക്ഷേ ഈ പണിയെടുക്കാത്തവരെ മാറ്റി നിർത്തുക എന്നുള്ള നിലപാടായിരിക്കും കേന്ദ്ര നേതൃത്വം സ്വീകരിക്കുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും അതിന് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാരവാഹിത്വം ഒരു പദവിയായി മാത്രം കൊണ്ടു നടക്കുന്ന നേതാക്കളല്ല, അതിനപ്പുറം പണിയെടുക്കുന്നവരെ മാത്രം പാർട്ടിക്ക് മതി എന്നുള്ളൊരു നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം ഉള്ളത്. അതുകൊണ്ടാണ് DCC അധ്യക്ഷന്മാരുടെ അടക്കം ഹൈക്കമാൻഡ് പേര് നിർദ്ദേശിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് ഡൽഹിയിലെ വിവരങ്ങൾ നൽകിയത്.